കൊല്ലം ചടയമംഗലത്ത് യുവാവ് കുത്തേറ്റ് മരിച്ചു. ചടയമംഗലം കലയം സുധീഷ് ഭവനിൽ സുധീഷാണ് കൊല്ലപ്പെട്ടത്. ചടയമംഗലത്തെ ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരനുമായി വാക്കുതർക്കമുണ്ടായി. ഇതിനിടെയാണ് കുത്തേറ്റത്. സെക്യൂരിറ്റി ജീവനക്കാരൻ ജിബിനെ പോലീസ് പിടികൂടി. സുധീഷ് ചേരും വിശദാംശങ്ങളുമായി. അതിനു മുൻപ് CPM ഏരിയ കമ്മിറ്റി മെമ്പർ ഡോക്ടർ ഡി സന്തോഷിന്റെ പ്രതികരണത്തിലേക്ക്. അവിടെ ഈ ഷിനു എന്ന് പറയുന്ന പയ്യനും പിന്നെ രാമ്പാടി ഉൾപ്പെടെയുള്ളവർ അവിടെ ചെന്ന് സെക്യൂരിറ്റിയായിട്ട് ചെറിയ സംസാരം വിഷയം വന്ന് അതറിഞ്ഞുകൊണ്ടാണ് പിന്നെ സുധീഷ് കയറി ചെല്ലുന്നത്. സുധീഷ് ഇതുമായി ഒന്നും ബന്ധപ്പെട്ടല്ല. സുധീഷ് നമ്മളെ ടൗണിലെ CIT തൊഴിലാളിയാണ്, ബോർഡ് അംഗീകരിച്ച തൊഴിലാളിയാണ്. എല്ലാ കാര്യത്തിലും ടൗണിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് കയറി ചെന്ന് ഒന്നുമേ ആ ക്യാമറയിലെ നമ്മൾ കാണാം. സുധീഷ് അങ്ങോട്ട് നടന്നു കയറി ചെല്ലുന്നേ ഉള്ളൂ. ഇവ ഓടിക്കൊണ്ട് വന്ന് സുധീഷിനെ നെഞ്ചത്ത് ഒറ്റ കുത്തി അപ്പോഴും തന്നെ വീണ് പിന്നെ അവിടെ ഒന്നവരെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയി കടയ്ക്ക് എത്തുന്നതിന് മുമ്പേ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. വാടക്കാപ്പം ചിലപ്പം അവിടെ ചില പിന്നെ പ്രശ്നങ്ങളും പിന്നെ പിടിച്ചുകളും കാര്യങ്ങളും ഇല്ലാതെ നടക്കും. പക്ഷെ അവിടുത്തെ ഒരു ജീവനക്കാരൻ കത്തിയായിട്ട് ഇന്നിങ്ങനെ ആൾക്കാരെ 3 പേരെയാണ് കുത്തി വീഴ്ത്തിയിരിക്കുന്നത്. സുധീഷ് ആ സ്പോട്ടി മരിക്കുന്നു. മറ്റുള്ള ഷിനു മെഡിക്കൽ കോളേജിൽ വളരെ സീരിയസ് ആയിട്ടാണ്. പിന്നെ ആമ്പാടി എന്ന് പറയുന്ന ഒരു പയ്യന്റെ കൈക്ക് നല്ല കുത്തുണ്ട്. അന്നേരം ഈ നാട്ടിലൊരു സ്ഥാപനം എന്ന നിലയ്ക്ക് എല്ലാവരും സപ്പോർട്ടും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ സംഗതി അവിടെ വരുന്ന ഈ ഏറ്റവും ക്രിമിനൽ സാധനങ്ങളെ അവിടെ നിർത്തിക്കൊണ്ട് ഈ രീതിയിലുള്ള പ്രവർത്തനം നാട്ടിൽ വലിയ വിഷയങ്ങളാണ്. ഇന്നലെ തന്നെ കണ്ട് 100 കണക്കിന് ആൾക്കാർ അവിടെ തടിച്ചുകൂടി ബാറിലേക്ക് തള്ളിക്കയറാൻ ഉൾപ്പെടെയുള്ള ശ്രമം നടത്തിയിട്ടും ഇവിടുത്തെ പോലീസും CPM നേതാക്കന്മാരുൾപ്പെടെ നമ്മളെല്ലാം ഫ്രണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് വലിയ സംഭവങ്ങളും അനിഷ്ട സംഭവങ്ങളും ഉണ്ടാവാത്തത്. വളരെ ദുഃഖകരമായ ഒരു പിന്നെ സംഭവമാണ് ഇത്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലാണ് ശക്തമായ പ്രതിഷേധവും അമർഷവും ഉണ്ട്. പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ നിർബന്ധിതമല്ല, ടൗണിലെ തൊഴിലാളി എന്ന നിലയ്ക്ക് കടക്കാരും എല്ലാം ഇന്ന് ഹർത്താലാണ്. വൈകിട്ട് 6 മണി വരെ ഹർത്താലാണ്. അവരുടെ ബന്ധുക്കളും എല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുമായിട്ട് സംസാരിച്ചിട്ട് എപ്പോഴാണ് അടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ 10 മണിക്ക് മുമ്പ് തന്നെ അറിയിക്കും. സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തു നിന്നും സുധീഷ് കുമാർ ചേരുന്നുണ്ട്. സുധീഷ്, ഇത് എപ്പോഴാണ് സംഭവം ഉണ്ടായത്? ഒരാൾ കൊല്ലപ്പെട്ടു, മറ്റ് 2 പേർ ചികിത്സയിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജനി, ഇന്നലെ രാത്രി 11 മണിയോടെയാണ് കൊല്ലം ചടയമംഗലത്തുള്ള പേൾ എന്നൊരു സ്വകാര്യ ബാറിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത്. ബാറിലെ മദ്യപിക്കാനായി ബാറിലെത്തിയ ഒരു 3 അംഗ സംഘം അവർ ബൈക്ക് വെക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ്. ബൈക്ക് ബാറിനകത്ത് വെക്കുന്നതിനെ തടഞ്ഞ സെക്യൂരിറ്റി ജീവനക്കാരൻ ബൈക്ക് പുറത്ത് വെക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ തുടർന്ന് ഈ ഒരു പ്രശ്നം ഒരു വാക്കുതർക്കത്തിലേക്ക് മാറുന്നു. അതിന് ആ ഒരു വാക്കുതർക്കത്തിൽ ഇടപെടാനായി എത്തിയതാണ് ഈ കൊല്ലപ്പെട്ട സുധീഷ് എന്നയാൾ. ഇയാൾ അവിടെ ഒരു CIT തൊഴിലാളി കൂടിയാണ്. ഈ ഒരു വാക്കുതർക്കത്തിലേക്ക് പ്രശ്നം പരിഹരിക്കാനായി എത്തിയ ഈ സുധീഷ് എന്നയാളെ ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ അതിക്രൂരമായി മർദ്ദിക്കുകയും ഇയാളുടെ കയ്യിൽ നിന്ന കത്തി ഉപയോഗിച്ച്, അതായത് ബാറിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന കത്തി ഉപയോഗിച്ച് നെഞ്ചിൽ കുത്തുകയുമാണ് ഉണ്ടായത്. സംഭവ സ്ഥലത്ത് തന്നെ കുഴഞ്ഞു വീണ സുധീഷ് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുന്നേ തന്നെ മരണപ്പെട്ടു. ബാക്കി കൂടെ ഉണ്ടായിരുന്ന 2 പേർക്കും സംഭവത്തിൽ കുത്തേറ്റിട്ടുണ്ട്. അവരും ആശുപത്രിയിലാണ്. ഇയാളുടെ മൃതദേഹം ഇപ്പോൾ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ആണുള്ളത്. മറ്റ് നടപടികൾ ക്രമങ്ങൾ പോലീസ് നടത്തി വരികയാണ്. ഈ പ്രധാനമായും നമ്മൾ കാണേണ്ടത് ഇത്തരത്തിൽ ഒരു ആക്രമണ സംഭവം അതൊരു ബാറിലെ സുരക്ഷാ ജീവനക്കാർ അല്ലെങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാർ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് സംഭവത്തിലെ ഏറ്റവും ഗൗരവം ഉള്ള ഒരു കാര്യമായി കാണേണ്ടത്. അവിടെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടതൊക്കെ ഒരു ചുമതലപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ. പക്ഷെ അയാൾ പെട്ടെന്ന് പ്രകോപിതനാവുന്നു. മദ്യപിക്കാൻ അല്ലെങ്കിൽ മദ്യപിച്ച ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരെടുത്ത് പെരുമാറേണ്ട രീതികൾ എങ്ങനെയൊക്കെ എന്ന് ഇവർക്ക് കൃത്യമായി അറിയാം. എങ്കിൽ പോലും അതൊന്നും വകവയ്ക്കാതെ ഇയാൾ ബാറിൽ ഉള്ളിൽ കയറി ബാറിലെ ഉള്ളിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഈ വന്ന ആളെ കുത്തുകയാണ് ഉണ്ടായത്. ഇതാണ് സംഭവത്തിന്റെ ഏറ്റവും വലിയ ഗൗരവം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സെക്യൂരിറ്റി ജീവനക്കാരന് ജിബിൻ എന്നയാളെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരി സുധീഷ്. കൊല്ലം ചടയമംഗലത്തെ യുവാവ് കുത്തേറ്റ് മരിച്ചു. ചടയമംഗലത്തെ ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരനുമായി ഉണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് കൊലപാതകത്തിൽ കലാശിച്ചത്.